ആനുണ്ട്, പുലിയുണ്ട്, മാങ്ങാ തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എലിയെ പോലും കാണാനില്ല. ഒന്നും കണ്ടില്ല. 2 കാട്ടുപോത്തും ഒരു 5-6 മാനിനെയും കണ്ടു, പിന്നെ 2 മുയലിനെയും കണ്ടു. അവസാനം മൈസൂർക്ക് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഗുണ്ടൽപേട്ട ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. കേരള, തമിഴ്നാട്, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളിലെ കാട്ടിലൂടെ രാത്രി മൃഗങ്ങളെ കണ്ട ഒരു ആനവണ്ടി യാത്ര. കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്ന കോട്ടയം ബാംഗ്ലൂർ സ്വിഫ്റ്റ് ഗരുഡ AC ബസ്. ഈ ഒരു ബസ്സിന് മാത്രമേ രാത്രി മുതുമല ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെ പോകാൻ പെർമിറ്റ് ഉള്ളൂ. രാത്രി 11:40 പെരിന്തൽമണ്ണ എത്തുന്ന ഈ ബസ്സിന് മൈസൂരിലേക്ക് ടിക്കറ്റ് എടുത്താണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. ടിക്കറ്റ് പ്രീ ബുക്കിംഗ് ചെയ്യണം, എന്നാലേ ടിക്കറ്റ് കിട്ടുള്ളൂ കേട്ടോ. പെരിന്തൽമണ്ണയിൽ നിന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടക്ടറോട് ചോദിച്ചിരുന്നു ഫോറസ്റ്റ് എത്തുമ്പോൾ വീഡിയോ എടുക്കാനും കാണാനും ഡ്രൈവറുടെ ക്യാബിൽ നിന്ന് ഇരിക്കാൻ പറ്റുമോ എന്ന്. അങ്ങനെ നാടുകാണി ചുരം തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ മുന്നിൽ ഡ്രൈവർക്ക് ഒരു കമ്പനി കൊടുത്തിരുന്നു. നാടുകാണിയും ഗൂഡലൂരും കഴിഞ്ഞ് നേരെ മുതുമല ടൈഗർ റിസർവിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുതുമല പിന്നെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ കേരളത്തിൽ നിന്ന് ഈ ഒരു ബസ്സിന് മാത്രമേ രാത്രി പോകാൻ പെർമിറ്റ് ഉള്ളൂ. മുതുമല ടൈഗർ റിസർവിൽ ഞങ്ങളെ നിരാശപ്പെടുത്തി. കുറച്ച് മാനിനെ മാത്രമേ കണ്ടുള്ളൂ. ഇനി അടുത്തത് കർണാടക സ്റ്റേറ്റിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക്. ഇവിടെയും നിരാശയായിരുന്നു. കാട്ടുപോത്തിനെ മാത്രമേ കണ്ടുള്ളൂ. ആനയെ കണ്ടു, പക്ഷെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. മഴ ആയതുകൊണ്ടും നല്ല കാറ്റായതുകൊണ്ടുമാണ് മൃഗങ്ങളെ അധികം കാണാതിരുന്നത് എന്നാണ് ബസ് ഡ്രൈവർ വിപിൻ ബ്രോ പറഞ്ഞത്. സാധാരണ ആന, പുലിയൊക്കെ കാണാറുണ്ടെന്നും പറഞ്ഞു. പിന്നെ എല്ലാം ഒരു ഭാഗ്യമാണ്. എന്തായാലും മൈസൂർ പോകാതെ ഗുണ്ടൽപേട്ട് ഇറങ്ങി അടുത്ത ബസ്സിന് നേരെ തിരിച്ചു പോന്നു.